ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് റീബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ ഹൂ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നൊരു പാഠഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹൂ ക്യാൻ ഫ്ലൈ. എന്താ അങ്ങനെ പറഞ്ഞാൽ ആർക്കാണ് പറക്കാൻ കഴിയുക, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു പിക്ചർ നോക്കൂ മക്കളെ. എന്താ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്? 2 സ്പാരോ അല്ലേ? സ്പാരോ എന്ന് പറഞ്ഞാൽ കുരുവികള്. 2 കുരുവികൾ ഉണ്ട് അല്ലേ? 2 കുരുവികൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. അത് ആരൊക്കെ ആയിരിക്കും? നമുക്ക് നോക്കിയാലോ. അടുത്ത ഒരു പിക്ചർ നോക്കൂ. എന്താ കാണുന്നത്? ഒരുപാട് കുട്ടികൾ എന്താ ചെയ്യുന്നത്? പട്ടം പറത്തുന്നുണ്ട് അല്ലേ? മക്കൾക്കും ഇഷ്ടമല്ലേ പട്ടം പറത്താനൊക്കെ? അപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് പട്ടം പറത്തുകയാണ്. പല കളറുള്ള പട്ടങ്ങളല്ലേ. ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി. താഴ്വാരത്ത് കുട്ടികൾ എന്താ ചെയ്യുന്നത്? പട്ടം പറത്തുകയാണ്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറത്തുക, കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടം. എന്തൊക്കെ പട്ടാണ്? റെഡ്, യെല്ലോ, ഗ്രീൻ, ചുവപ്പ്, മഞ്ഞ, പച്ച. കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ്, ഒരുപാട് കളറിലുള്ള പട്ടങ്ങളുണ്ട് അല്ലേ? ഈ ഒരു പട്ടം പറത്തുന്നത് ആരാ നോക്കുന്നത്? അവിടെ ഇരുന്നിട്ട് താഴെ കണ്ടോ? 2 സ്പാരോ, 2 കുരുവികളും നോക്കാണ്. ആരൊക്കെ ആയിരിക്കും അവര്? നോക്കൂ. ലുക്ക് മമ്മ, ഹൗ നൈസ്, ഐ ടു വാണ്ട് എ കൈറ്റ്. അതൊരു അമ്മക്കുരുവിയും കുഞ്ഞുകുരുവിയാണല്ലേ. കുഞ്ഞുകുരുവി എന്താ പറയുന്നത്? ലുക്ക് മമ്മ, നോക്കൂ അമ്മേ, ഹൗ നൈസ്, എന്ത് ഭംഗിയാണ്. ഐ ടു വാണ്ട് എ കൈറ്റ്, എനിക്കും വേണം ഒരു പട്ടം. അപ്പൊ അമ്മക്കുരുവി എന്താ പറയുന്നത്? ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് എ വൺ. ഓക്കെ കുഞ്ഞെ, നമുക്കും ഒരു പട്ടം ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ലെറ്റ്സ് മേക്ക് വൺ, നമുക്കും ഒന്നുണ്ടാക്കാം. ദേ മെയ്ഡ് എ കൈറ്റ്. അവര് പട്ടം ഉണ്ടാക്കി. ഇറ്റ് വാസ് എ റെഡ് കൈറ്റ് വിത്ത് ബ്ലൂ വിങ്സ് ആൻഡ് യെല്ലോ ടെയിൽ. എന്തായിരുന്നു? ഇറ്റ് വാസ് എ റെഡ് കൈറ്റ്. അതൊരു ചുവപ്പ് പട്ടമായിരുന്നു. വിത്ത് ബ്ലൂ വിങ്സ്, എന്താണ്? അതിന് നീല ചിറകുകളുണ്ട്. ആൻഡ് യെല്ലോ ടെയിൽ, മഞ്ഞ വാലുമുണ്ട്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ, ടെയിൽ എന്ന് പറഞ്ഞാൽ വാല്. അപ്പൊ അവര് പട്ടുണ്ടാക്കി അല്ലേ? ചുവപ്പ് കളറുള്ള പട്ടുണ്ടാക്കി. അതിന്റെ ചിറക് നീല കളറിലും വാല് മഞ്ഞ കളറിലുമാണ്. ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ. കുഞ്ഞു കുരുവി എന്ത് ചെയ്തു? പട്ടം പറത്തി. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ, പട്ടം ആകാശത്തേക്ക് ഉയർന്നു. റോസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്നു. എന്നിട്ട് എന്തുണ്ടായി? സഡൻലി എ വിൻഡ് ബ്ലൂ. പെട്ടെന്ന് ഒരു കാറ്റ് വീശി. വിൻഡ് എന്ന് പറഞ്ഞാല് കാറ്റ്, ബ്ലൂ പറഞ്ഞാല് വീശി. സ്നാപ്പ്, ദ കൈറ്റ് ലൈൻ സ്നാപ്ഡ്. എന്താണ്? പട്ടത്തിന്റെ നൂല് പൊട്ടി. പൊട്ടുന്നതിന്റെ ഒരു സൗണ്ടാണ് സ്നാപ്പ് എന്ന് കൊടുത്തിട്ടുള്ളത്. ദ കൈറ്റ് ലൈൻ സ്നാപ്ഡ്. പട്ടത്തിന്റെ നൂല് പൊട്ടി. കാറ്റ് വീശിയപ്പോൾ പട്ടത്തിന്റെ നൂല് പൊട്ടി. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എന്ത് സംഭവിച്ചു? പട്ടം മരത്തിന്റെ കൊമ്പില് കുടുങ്ങി നിന്നു അല്ലേ? ഇല്ലേ, ഒരു പിക്ചറിൽ പട്ടം മരത്തിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടല്ലേ? ഓ മൈ കൈറ്റ്, ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. എന്താണ്? എന്റെ പട്ടം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുരുവി മുകളിലേക്ക് ചാടി. ഐ കാൻ റീച്ച് ദ ബ്രാഞ്ച്. എനിക്ക് ആ ഒരു കൊമ്പിൽ എത്താൻ കഴിയുന്നില്ല. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവന് കരയാൻ തുടങ്ങി. അപ്പൊ ചെറിയ കുരുവിയാണല്ലേ, ചെറിയ സ്പാരോ ആണ്. അപ്പൊ അതിന് ചാടാൻ നോക്കിയിട്ട് എന്താണ്? ആ ഒരു കൊമ്പിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവന് കരയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു പശു വരുന്നത്. അപ്പൊ പശുവിനെ കണ്ടപ്പോ കുഞ്ഞുകുരുവി എന്താ ചോദിക്കുന്നത്? കാൻ യു ടേക്ക് മൈ കൈറ്റ്? നിനക്കെന്റെ പട്ടം എടുത്തു തരാൻ കഴിയോ? പശുവിനോട് കുഞ്ഞുകുരുവി ചോദിക്കുകയാണ്. ഓ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി വാക്ക്, എനിക്ക് നടക്കാനേ കഴിയൂ. അപ്പൊ വീണ്ടും എന്തായി? നമ്മുടെ കുഞ്ഞു കുരുവിക്ക് സങ്കടായി. വീണ്ടും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ ഒരാളെ കാണുകയാണ്. അവിടെ ആരാണത്? ഒരു സ്നേക്ക്. റെഡ് സ്നേക്ക്, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദ ട്രീ. എന്താ പറയുന്നത്?
എന്റെ പട്ടം മരത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്. ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? നിനക്ക് എന്റെ പട്ടം എടുത്തു തരാൻ കഴിയോ? കുഞ്ഞുകുരുവി ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും സ്നേക്ക് പറയുന്നത്? സ്നേക്കിന് പറക്കാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പൊ എന്താ പറയുന്നത്? ബേബി സ്പാരോ, കുഞ്ഞുകുരുവി, ഐ ക്യാൻ ഓൺലി ക്രൗൾ. എനിക്ക് ഇഴയാനേ പറ്റുള്ളൂ. പാമ്പ് എന്താ ചെയ്യുക? നടക്കുകയാണോ അതോ പറക്കലാണോ ഓടുകയാണോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പാമ്പിന്. പാമ്പ് ക്രൗൾ, ക്രൗൾ എന്ന് പറഞ്ഞാൽ ഇഴയുക, ഇഴയുന്നതിനാണ് ക്രൗൾ എന്ന് പറയുക. എനിക്ക് ഇഴയാനേ കഴിയൂ. ഐ കാൻഡ് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ വീണ്ടും നമ്മുടെ കുഞ്ഞുകുരുവിക്ക് സങ്കടമായി. ഇനിയിപ്പോ ആരെടുത്തു തരും എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു മുയൽ അതുവഴി പോകുന്നത്. അപ്പൊ മുയലിനോട് ചോദിക്കുന്ന എന്താണ്? അങ്കിൾ, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കുമോ അങ്കിൾ? മൈ കൈറ്റ് ഗോഡ് സ്റ്റാക്ക് ഇൻ ദ ബ്രാഞ്ചസ്. മരത്തിന്റെ കൊമ്പിൽ എന്റെ പട്ടം കുടുങ്ങി നിൽക്കുകയാണ് പറയാണ് കുഞ്ഞുകുരുവി. അപ്പൊ അത് എടുത്തു തരാൻ പറയാണ്. അപ്പൊ എന്താണ് ആ ഒരു റാബിറ്റ് പറയുന്നത്? നോ വേ മൈ ഡിയർ, ഒരു വഴിയുമില്ല എൻ്റെ കുഞ്ഞ്. ഐ ക്യാൻ ഓൺലി ഹോപ്പ്, എനിക്ക് ചാടാൻ മാത്രമേ കഴിയൂ. ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ മുയലിന് എന്താണ്? പറക്കാൻ കഴിയില്ല അല്ലേ, ചാടാനാണ് കഴിയാന്ന് പറയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുകുരുവി നേരെ എവിടേക്കാ പോകുന്നത്? ഒരു ചെറിയൊരു പോണ്ട്, ചെറിയൊരു കുളം ഉണ്ട് അല്ലേ. ആ കുളത്തിൽ ചെന്നിട്ട് മീനുകളോട് ചോദിക്കുകയാണ്. മൈ കൈറ്റ് ഗോഡ് സ്റ്റക്ക് ഇൻ ദ ട്രീ, ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്? എന്റെ പട്ടം മരത്തിൽ കുടുങ്ങി നിൽക്കുകയാണ്, നിങ്ങൾക്ക് പറന്നു ചെന്നിട്ട് എന്റെ പട്ടം എടുത്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും മക്കളെ ആ കുളത്തിലുള്ള മീനുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? മീനുകൾക്ക് പറക്കാൻ കഴിയോ? മക്കള് കണ്ടിട്ടുണ്ടോ? മീനുകൾ എന്താ ചെയ്യുക വെള്ളത്തില്? അവരെന്താ പറഞ്ഞത്? വി ക്യാൻ ഓൺലി സ്വിം, ഞങ്ങൾക്ക് നീന്താനേ അറിയൂ. വി ക്യാൻ ഫ്ലൈ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. ഫിഷ് പറയുകയാണ്, ഞങ്ങൾക്ക് നീന്താനേ അറിയൂ, ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ ഇതുകൂടെ കേട്ടപ്പോൾ എന്തായി? നമ്മുടെ കുഞ്ഞുകുരുവി വീണ്ടും വിഷമിച്ചു അല്ലേ. ആർക്കും കുഞ്ഞുകുരുവിനെ സഹായിക്കാൻ പറ്റുന്നില്ല അല്ലേ. നോക്കൂ, കുഞ്ഞുകുരുവി എന്താ മമ്മയോട് പറയുന്നത്? മമ്മ ലുക്ക്, മമ്മ നോക്കൂ, മൈ കൈറ്റ് ഈസ് ഓൺ ദ ട്രീ, എന്റെ പട്ടം മരത്തിലാണ്. ഹു ക്യാൻ ഗെറ്റ് മൈ കൈറ്റ് ബാക്ക്, ആർക്കാണ് എന്റെ പട്ടം തിരിച്ചെടുത്തു തരാന് കഴിയുക? ഹഹ, ഐ ക്യാൻ, എനിക്ക് കഴിയും. ആരാ പറയുന്നത്? മമ്മ സ്പാരോ ലാഫ്ഡ്, അമ്മ കുരുവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ, എനിക്ക് കഴിയുമെന്ന് പറയുകയാണ്. അതെന്തായിരിക്കും കാരണം? അമ്മ കുരുവിക്ക് മാത്രമേ പറക്കാൻ കഴിയുള്ളൂ അല്ലേ. ബാക്കി കുരുവി ചോദിച്ചവർക്കൊന്നും പറക്കാൻ കഴിയില്ല. പശുവിന് പറക്കാൻ കഴിയില്ല, പാമ്പിന് പറക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ റാബിറ്റിന് പറ്റില്ല, ഫിഷിന് പറ്റില്ല, ഇവർക്ക് ആർക്കും പറക്കാൻ കഴിയില്ല അല്ലേ. പിന്നെ ആർക്കാണ് പറക്കാൻ കഴിയുക? അമ്മ കുരുവിക്ക് മാത്രമാണ് പറന്നിട്ട് ആ ഒരു പട്ടം എടുക്കാനായിട്ട് കഴിയുക. മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് ടുക്ക് ദ കൈറ്റ്, എന്താണ്? അമ്മ കുരുവി പറന്നു ചെന്ന് ആ പട്ടം എടുത്തു. ഡിയർ, ഹിയർ ഈസ് യുവർ കൈറ്റ്, ഇതാ മോനെ നിന്റെ പട്ടം. ബേബി സ്പാരോ ഈസ് ഹാപ്പി അഗെയിൻ, കുഞ്ഞു കുരുവിക്ക് വീണ്ടും സന്തോഷമായി. അപ്പൊ കുഞ്ഞു കുരുവി എന്താ പറയുന്നത്? വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു, ഒരു ദിവസം ഞാനും അമ്മയെ പോലെ പറക്കുന്നാണ് പറയുന്നത്. മക്കൾക്ക് ഒരു കുഞ്ഞു കഥ ഇഷ്ടായോ? നമുക്ക് അടുത്തത് നോക്കിയാലോ. എന്താണ്? കംപ്ലീറ്റ് ദ ഡയലോഗ്സ്. ഡയലോഗ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. സ്നേക്കിന്റെ, റാബിറ്റിന്റെ, ഫിഷിന്റെ ഒക്കെ പിക്ചർ തന്നിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? സ്നേക്ക് എന്താ പറയുന്നത്? ഐ ക്യാൻ ഓൺലി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്താണ് സ്നേക്ക് ചെയ്യുക? നമ്മൾ നേരത്തെ എന്താണ് വായിച്ചല്ലോ അല്ലേ. എന്താണ് സ്നേക്കിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഐ ക്യാൻ ഓൺലി ക്രൗൾ. ക്രൗൾ എന്ന് പറഞ്ഞാല് ഇഴയുക. അവിടെ നമ്മൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? ഐ ക്യാൻ ഓൺലി ക്രൗൾ. പിന്നെ ഫിഷ് എന്താ പറയുന്നത്? ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ എന്താണ്? സ്വിം. ഐ ക്യാൻ ഓൺലി സ്വിം. റാബിറ്റ് എന്താ പറയുന്നത്? ഐ ക്യാൻ എന്താ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? ഫ്ലൈ. ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല. ഐ ക്യാൻ ഓൺലി ഹോപ്പ്.
ഐ ക്യാൻ അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഡയലോഗ് മുഴുവനായിട്ട് എന്താ എഴുതേണ്ടത്? ഐ ക്യാൻഡ് ഫ്ലൈ, ഐ ക്യാൻ ഓൺലി ഹോപ്പ്. ഇതുപോലെ എഴുതി കൊടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പാഠം, ഇന്നത്തെ ഒരു ക്ലാസ്. എല്ലാ മക്കൾക്കും മനസ്സിലായോ? എല്ലാവരും നന്നായിട്ട് ഒരു പാഠഭാഗം റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാലാണ് നമ്മൾ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കി ഇടണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂലേ? നിങ്ങളുടെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ.